ഒരു നൂറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ വികസനമെന്ന കുന്നംകുളത്തുകാരുടെ സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 76.50 കോടി രൂപ വിനിയോഗിച്ചാണ് താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. 1888-ലാണ് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. AC മൊയ്തീൻ MLA മന്ത്രിയായിരിക്കെ പ്രത്യേക താൽപര്യമെടുത്താണ് കാലപ്പഴക്കം ചെന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും പുതിയ കെട്ടിടം നിർമ്മിക്കാനും തുക ലഭ്യമായത്. ലോവർ ഗ്രൗണ്ട് ഉൾപ്പെടെ 7 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 22 ICU ബെഡ് ഉൾപ്പെടെ ആകെ 112 ബെഡുകളാണ് സജ്ജീകരിക്കുന്നത്. 1.35 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണിയും 100 KLD ശേഷിയുള്ള STPയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോവർ ഗ്രൗണ്ട് നിലയിൽ സ്റ്റോർ, സർവീസ്, മോർച്ചറി, ഫയർ പമ്പ് റൂം, ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എന്നിവയും ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, കാഷ്വാലിറ്റി, എക്സ്റേ, CT അൾട്രാസൗണ്ട്, മാമോഗ്രാം എന്നീ ഡയഗ്നോസ്റ്റിക് റൂമുകളും ഒരുക്കും. ഒന്നാം നിലയിൽ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിനായി 10 കൺസൾട്ടേഷൻ റൂമുകളും അതിനോടനുബന്ധിച്ചുള്ള പ്രൊസീജിയർ റൂമുകളും, രണ്ടാം നിലയിൽ 60 വാർഡ് ബെഡുകളും 4 ഐസൊലേഷൻ റൂമുകളും, മൂന്നാം നിലയിൽ 12 ICU ബെഡുകളും 8 ഐസൊലേഷൻ റൂമുകളും 30 വാർഡ് ബെഡുകളും, നാലാം നിലയിൽ 4 ഓപ്പറേഷൻ തിയേറ്ററുകളും അതിനോടനുബന്ധിച്ച് ICU സൗകര്യത്തോടെയുള്ള പ്രേപ്പ്, പോസ്റ്റ് OP, റിക്കവറി ബെഡുകളും സജ്ജമാക്കും. അഞ്ചാം നിലയിലായി HVSC, CSSD മുതലായ സേവനങ്ങളാണ് ക്രമീകരിക്കുക. കുന്നംകുളം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ആധുനിക ആശുപത്രി കെട്ടിടം കുന്നംകുളം നഗര വികസനത്തിന്റെ നാഴികക്കല്ലായി മാറും. എൻലൈറ്റ് ന്യൂസ്, കുന്നംകുളം.